ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചെടികൾ, ഇൻഡോർ പ്ലാന്റ്സ് ഒരു 4-5 ദിവസം വാട്ടറിങ് ചെയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കെയർ ചെയ്യാതിരിക്കുമ്പോഴോ ആകെ ഡള്ളായി പോകാറുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു 5-6 ടിപ്സാണുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു 3-4 ദിവസം നമുക്ക് കെയർ ചെയ്യാൻ പറ്റാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികളൊക്കെ ആകെ വാടി ഡള്ളാവും. നിങ്ങൾക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരുമാതിരി ഡ്രൈ ആയിട്ടുള്ളൊരു കാറ്റും മൊത്തം ഒരു ഉണങ്ങിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് കെയർ ചെയ്താലും ചെടികൾക്കൊക്കെ ഒരു വാട്ടം ഉണ്ടാവും. അപ്പോൾ അതിനെ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റിമൂവ് ഡെഡ് ലീവ്സ്. അതായത് നമ്മൾ നമ്മുടെ ചെടികളിൽ ആദ്യം തന്നെ ഉണങ്ങിയിരിക്കുന്ന ഇലകളും കൊമ്പുകളും ഒക്കെ മാറ്റുക. അതിരുന്നാൽ തന്നെ ഒരു വൃത്തികേടാണ്, നമുക്കറിയാം. അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ കെയർ ചെയ്യുമ്പോൾ അതൊക്കെ എടുത്ത് കളയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് മാറ്റി ചെടിയിലെ നല്ല ഇലകൾ മാത്രം വയ്ക്കുക. അങ്ങനെ എടുത്ത് കളയുന്ന ഡ്രൈ ലീവ്സ് നമുക്ക് കുറച്ച് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വീണ്ടും മറ്റു ചെടികളുടെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും, നന്നായി ഉണങ്ങിയ ഇലകളാണെങ്കിൽ മാത്രം. ഞാൻ അങ്ങനെ തന്നെ മറ്റു ചെടികളുടെ അടിയിലോ അല്ലെങ്കിൽ പുതിയ ചട്ടി നിറയ്ക്കുമ്പോഴോ ഒക്കെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഡ്രൈ ലീവ്സ് തന്നെയാണ് അധികം ഉപയോഗിക്കാറ്. അപ്പോൾ അത്തരം ഇലകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ തന്നെ കുറേയൊക്കെ നമുക്ക് ചെടിക്കൊരു വൃത്തി വരും. ഇലകൾക്കൊപ്പം തന്നെ കരിഞ്ഞ പൂക്കളുണ്ടെങ്കിൽ അതും ഉണങ്ങിയ കൊമ്പുകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ചെടീനെ ആകെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ഇപ്പോൾ ലീവ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ലീഫിൻ്റെ ഒരറ്റം മാത്രം കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊരു ഇലയുടെ ഷേപ്പിൽ തന്നെയൊക്കെ വെട്ടിക്കൊടുക്കാം. അങ്ങനെ വെട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത് വാട്ടറിങ് ആണ്. അപ്പോൾ ചെടിയുടെ വാട്ടം മാറ്റാൻ വേണ്ടി നമ്മൾ ആഡിക്വേറ്റായിട്ട് വെള്ളം ഒഴിക്കുക. അത് അത്യാവശ്യമാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നന്നായിട്ട് ചെടിക്ക് കിട്ടുന്ന പോലെ അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ നന്നായിട്ട് വെള്ളം ഒഴിക്കുക. ആ വെള്ളം എപ്പോഴും ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് അടിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അത്രയ്ക്കും വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ റെഗുലറായിട്ട് നനയ്ക്കുകയാണെങ്കിൽ നമുക്ക് മേൽമണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം ഒഴിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ ഗ്യാപ്പിന് ശേഷം ഒഴിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു ഷെയ്ഡിലേക്ക് വെക്കണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്. നമ്മൾ ഷെയ്ഡിലേക്ക് ഈ ചെടീനെ ഒന്ന് മാറ്റി വയ്ക്കുക. കാരണം എക്സസീവായിട്ടുള്ള വെയിൽ കൊണ്ടിട്ടും ഒക്കെ ഒരു വാട്ടം സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഡെഡ് ലീവ്സൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു ഷെയ്ഡിലേക്ക്, തണലിലേക്ക് ചെടീനെ മാറ്റി വയ്ക്കുക. എക്സസീവ് സൺലൈറ്റ് ആകുമ്പോൾ തന്നെ ചെടിയുടെ അറ്റത്ത്, അതായത് ഇലകളുടെയൊക്കെ അറ്റം ഇങ്ങനെ മഞ്ഞച്ച് വരികയും പിന്നെ ഇലയൊക്കെ വാടി ഇങ്ങനെ തൂങ്ങി നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം, ഇപ്പോൾ ഞാൻ സിസേഴ്സ് എടുത്തിട്ടില്ല, കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കളയുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പ്, ഇലയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയൊക്കെ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യാം. നാലാമത്തെ പോയിൻറ്റ്, നമ്മൾ റീപോട്ടിങ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഓവർ ഗ്രോൺ ആയിട്ടുള്ള ചെടികൾ, ഇപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ നമ്മുടെ വാട്ടറിങ് ജൂ ഒക്കെ വല്ലാതെ അങ്ങ് വളർന്നു പോയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ചെടിയിൽ നിന്ന് കട്ട് ചെയ്താൽ നമുക്ക് 4-5 പോട്ടിൽ മാറ്റി നടാനുണ്ട്. അപ്പോൾ ഇതൊന്ന് റീപോട്ടിങ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡെഡ് ലീവ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ ആ ഒരു ചെടിയുടെ ഒരു മാക്സിമം ഗ്രോത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം വരുന്ന ഇലകളൊക്കെ ഒരു ആരോഗ്യമില്ലാത്ത ഇലയായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പോട്ടിംഗ് മിക്സ്ചറിൽ നിന്ന് കിട്ടാവുന്നത് മാക്സിമം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മാറ്റി നടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെടിയാണെങ്കിലും ഇതും റീപോട്ടിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഫിലോഡെൻഡ്രോൻ്റെ ഒരു പ്ലാന്റാണ്. ഒരു ചെറിയൊരു പാത്രത്തിലാണ് വെച്ചിരുന്നത്. അത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ ഇതും മാറ്റി നടേണ്ടതാണ്. അപ്പോൾ റീപോട്ടിങ് പ്രോപ്പറായിട്ട് ചെയ്യാം. അപ്പോൾ തന്നെ കുറച്ച് ഹെൽത്തി ആയി തോന്നും. ഇനി അഞ്ചാമത്തെ പ്രൂണിങ് ആണ്. പ്രൂണിങ് ഈ പറഞ്ഞ പോലെ തന്നെ ലീഫൊക്കെ കട്ട് ചെയ്ത് വല്ലാതെ വളർന്ന ഒരു ചെടി അല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്തിട്ട് ഒതുക്കി വയ്ക്കുക. കൊമ്പുകളൊക്കെ ഓവർഗ്രോൺ ആയതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി നീറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഇതൊരു പീസ് ലില്ലിയാണ്. അപ്പോൾ പീസ് ലില്ലിയുടെ ലീഫിൽ നിന്നൊക്കെ ഉണങ്ങിയ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിനെ ഒന്ന് ലെവൽ ചെയ്യാം. അപ്പോൾ പ്രൂണിങ് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ മണ്ണ് നന്നായി ഇളക്കിയതിന് ശേഷം ഏത് ഫെർട്ടിലൈസറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് തന്നെ ചെടികൾക്ക് കൊടുക്കാം. ഇപ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ 2-3 തരത്തിലുണ്ടാക്കുന്നത്, ഇപ്പോൾ ഉള്ളിത്തോലി കൊണ്ടാണെങ്കിലും പഴത്തൊലി കൊണ്ടാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ പീസ് ലില്ലിയുടെ എക്സസീവ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കി അതിൻ്റെ മണ്ണ് ആദ്യം ഇളക്കി കൊടുക്കണം. നമ്മളെപ്പോഴും പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ മണ്ണ് ഇളക്കി കൊടുക്കുക. മണ്ണ് ഇളക്കിയാലേ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളമാണെങ്കിലും അല്ലെങ്കിൽ വെള്ളമാണെങ്കിലും നന്നായിട്ടത് വലിച്ചെടുത്ത് ചെടിക്ക് ആവശ്യത്തിനുള്ള പോലെ ഉപയോഗിക്കാൻ ചെടിക്ക് പറ്റുള്ളൂ. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ ഈ ചെടി ഒരുവിധം ആയിട്ടുണ്ട്, അത്യാവശ്യം പ്രൂണിങ്ങൊക്കെ ആയി, മണ്ണും ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ വളമൊന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ ഒരാഴ്ച മുമ്പ് പഴത്തൊലി കൊണ്ട് ഉണ്ടാക്കിയ വളം ഒഴിച്ചു കൊടുത്തതാണ്. പിന്നെ അത്ര കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ട്രാവലൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു ഷെയ്ഡിലേക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റായിട്ട് വലിച്ചെടുക്കാൻ പാകത്തിന് അത്രയും ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു മണി പ്ലാന്റും കൂടി ഒന്ന് പ്രൂൺ ചെയ്യണം. അതിൻ്റെ ലോങ് ആയിട്ടുള്ള അതിൻ്റെ ഒരു റണ്ണേഴ്സൊക്കെ ഇത്രയും ലോങ്ങായി വളർന്നിട്ടുണ്ട്. അത് ഞാനൊരു ട്രെല്ലി പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കട്ട് ചെയ്യാതെ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വല്ലാതെ വാടി വളർന്നും ചെയ്തു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം. കുറേ ലീവ്സൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾ നന്നായി ഷൈനിങ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻഡോർ വെക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോഴും എപ്പോഴും അതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് നനഞ്ഞ ഒരു തുണി കൊണ്ട്, നനവോട് എവിടെയല്ല, നനഞ്ഞ് പിഴിഞ്ഞ ഒരു തുണി കൊണ്ട് നന്നായിട്ട് ലീഫൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുക. പൊടി ഉണ്ടാവും എങ്ങനെയാണെങ്കിലും. ഇത് പ്രത്യേകിച്ച് ബാൽക്കണിയിൽ വെക്കുന്ന ചെടികളാകുമ്പോൾ നല്ല അധികമായിട്ട് തന്നെ ഇവിടെ പൊടി വരാറുണ്ട്. അപ്പോൾ അകത്തൊക്കെ വെക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഉണ്ടാവില്ലായിരിക്കും, എന്നാലും അതൊരു ഷൈനിങ് കുറവായിരിക്കും. പിന്നെ നിങ്ങൾ ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ആവശ്യത്തിന് ഇടയ്ക്ക് കൊണ്ടുവന്ന് വെയിൽ കൊള്ളിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ ലീഫിൻ്റെ നിറമൊക്കെ മാറി ഒരു സൺലൈറ്റ് കിട്ടാതെ ആകുമ്പോൾ ഒരു ഡാർക്ക് കളറായിട്ടും ഒക്കെ മാറിപ്പോവും. അപ്പോൾ വെരിഗേറ്റഡ് എന്തെങ്കിലും പ്ലാന്റ് ആണെങ്കിൽ അതൊക്കെ ആ വെരിഗേഷനൊന്നും ഇല്ലാത്ത തരത്തിലൊക്കെ ആവും ലീഫ് വരിക. അപ്പോൾ ആവശ്യത്തിന് സൺലൈറ്റ് എപ്പോഴും ചെടികൾക്ക് കൊടുക്കണം. ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ലീഫും തുടച്ച് തന്നെ നല്ലൊരു വൃത്തി വരും ചെടിക്ക്. അപ്പോൾ അങ്ങനെയും ചെയ്യുക. ഇതാണ് നമ്മുടെ 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലാന്റ്സൊക്കെ അങ്ങനെ ഒരുവിധം നീറ്റായി. ഇപ്പോൾ ഡ്രൈ ലീവ്സ് മാറ്റി നമ്മൾ വാട്ടർ ചെയ്തു, ഫെർട്ടിലൈസർ കൊടുക്കണ്ടേ കൊടുത്തു, പിന്നെ പ്രൂൺ ചെയ്തു, ഷെയ്ഡിൽ കീപ്പ് ചെയ്തു. അങ്ങനെ നമ്മുടെ പ്ലാന്റ്സിനെ നമ്മളൊന്ന് ഒരു റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു. പിന്നെ ഇങ്ങനെ ഓവർഗ്രോൺ ആയിട്ടുള്ള പ്ലാന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് പ്രൂൺ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റൊക്കെ ഇപ്പോൾ സിങ്കോണിയമൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്, അതിനൊന്ന് പിടിച്ചൊന്ന് ടൈപ്പ് ചെയ്താൽ ഒരു കുറച്ചും കൂടി ഒരു ബൊക്കെ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ എന്തെങ്കിലും രീതിയിലാക്കുക. അല്ലെങ്കിൽ ട്രെല്ലുകൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചാരി വെച്ചിരിക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വേറെ വല്ല ടിപ്സും നിങ്ങൾക്ക് അറിയെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെടിയെല്ലാം നല്ല ഷൈനിങ് ആയിട്ട് ഭംഗിയായിട്ട് ഇരിക്കട്ടെ. ഒരു ഹെൽത്തി ലുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്ലാന്റ്സിനൊരു അട്രാക്ഷനും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കി നല്ല വൃത്തിയാക്കി വെക്കുക നമ്മുടെ പ്ലാന്റ്സൊക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.